കന്യാസ്ത്രീ വിഷയത്തിൽ തൃശൂർ രൂപത സുരേഷ് ഗോപിയെ തെരഞ്ഞുകൊണ്ടിരിക്കുക, കാണാനില്ല എന്നൊക്കെയാണ് അറിയുന്ന വാർത്തകൾ. സുരേഷ് ഗോപി ലോകസഭയിലുണ്ട്. സുരേഷ് ഗോപി ഇപ്പം നമ്മുടെ മാധ്യമങ്ങളുടെ ആരുടെയും മുന്നിൽ ചെന്ന് ചാടാതെ ഇരിക്കുന്ന സീറ്റ് കഴിഞ്ഞിട്ട് ഏതോ ഒരു തുരങ്കം ഉണ്ടാക്കി അവിടെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് പോകുന്നു എന്നാണ് തമാശ രൂപേണ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി അവിടെ തൃശ്ശൂർ കൊടുത്തിരുന്ന പള്ളിയിലെ സ്വർണ്ണകിരീടമൊക്കെ തിരിച്ച് അവർ കൊടുക്കാൻ പോകണമെന്നൊരു വാർത്തയുണ്ട്. സ്വർണ്ണകിരീടം തിരിച്ചു കൊടുക്കണം എന്ന് രൂപത പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ പറ്റിച്ചു, സുരേഷ് ഗോപി ഞങ്ങളെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. അത് വെച്ചുകൊടുത്തത് സീൻ ചേട്ടൻ ഓർമ്മയുണ്ടോ? കിരീടം വെച്ചുകൊടുത്ത് അത് അന്നേ ആളുകൾ പറയുന്നുണ്ട് ഉള്ളിലെ കള്ളത്തരം അറിയുന്നോണ്ടാണ് അത് വീണുപോയത് എന്ന്. തീർച്ചയായിട്ടും. അല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല. സുരേഷ് ഗോപിയെ മാത്രമല്ല നമ്മളിവിടെ പറയേണ്ടത്, ജോർജ് കുര്യനെ കുറിച്ചും പറയേണ്ടി വരും. ജോർജ് കുര്യനൊക്കെ എന്ത് സംസാരിക്കണം എന്ന് പോലും നമുക്ക് മനസ്സിലാവണില്ല. ജോർജ് കുര്യൻ വന്നിരുന്ന റിപ്പോർട്ടറെയൊക്കെ നോക്കിയിട്ട് അവർ മുമ്പ് ചെയ്ത ഏതോ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ എന്ത് ഭാഷ്യമാണെന്ന് മനസ്സിലാവുന്നില്ല. അത് പറയുന്ന പോലെ അതൊക്കെ എന്ത് സംസാരമാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കന്യാസ്ത്രീമാരെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ ഊട്ടുകയാണോ ഉണ്ണുകയാണോ? ഊട്ടുക എന്ന് പറഞ്ഞാൽ മാമ ഊട്ടുകയല്ലേ? ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. ഇതൊക്കെയാണോ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്? ഇതിപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ബി ജെ പിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ബി ജെ പി ഇപ്പം അമിത്ഷാ ഇപ്പം വിളിച്ച് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഈ NIA-യിലൊക്കെ പോയി എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ പോകാനൊന്നും സാധ്യതയൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ നീണ്ടു പോകാനേ സാധ്യതയുള്ളൂ. അതിൽ മതപരിവർത്തനം കൊണ്ടല്ലല്ലോ NIA-യുടെ അടുത്ത് എത്തുന്നത്. മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു വലിയൊരു കുറ്റം തന്നെയാണ് അവരിൽ ആരോപിക്കപ്പെടുന്നത്. അതിലൊരു കുട്ടി തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്, തനിക്ക് ഇഷ്ടമില്ലാതെയാണ് എന്നുള്ളത്. അതൊക്കെ പറഞ്ഞല്ലോ, എനിക്കൊരു ജോലിക്ക് വേണ്ടിയാണ് എന്നെ കൊണ്ടുപോയെന്ന്. 21 വയസ്സുകാരിയായ ഒരു കുട്ടി പറഞ്ഞല്ലോ, എന്നെ കൊണ്ടുപോയത് എന്നെ ജോലിക്കായിട്ടാണ് കൊണ്ടുപോയെന്ന് ആ കുട്ടി പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ കുടുംബം എത്രയെങ്കിലും വർഷമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ആ 21 വയസ്സുകാരി കുട്ടി പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോഴും ആ വകുപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ആദ്യം FIR ഇട്ടത് 2 വകുപ്പുകളായിരുന്നു. ഇത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും. പിന്നീട് അത് മാറി മനുഷ്യക്കടത്തിലേക്ക് ഒതുങ്ങി. പക്ഷെ ഇപ്പോഴും വാർത്തകൾ വരുന്നതിൽ മതപരിവർത്തനം നിലനിൽക്കുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മതപരിവർത്തനം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബൈബിൾ ഇരുന്നതുകൊണ്ടാണ്. അത് എനിക്കും അതാണ് അറിയാത്തത്. കൊണ്ടാണ് മതപരിവർത്തനം ഒന്നാക്കിയത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇത് ഈ പറയുന്ന രീതിയിൽ ഇത്രയും കേസ് പറയുന്നത്, ഇതിനകത്ത് മറ്റൊരു വസ്തുത, നമ്മൾ BJP കുറിച്ച് പറയുമ്പോഴത്തേക്ക് വേറൊരു വസ്തുത ഇവിടെ നമുക്കിവിടെ പറയേണ്ടി വരും. അതായത് കോൺഗ്രസ് ഈ സമയത്ത് ഇതിനെ ഒരു നല്ല രീതിയിൽ ഒരു വിൽക്കാനുള്ള, അതായത് പുരകത്തമ്പ വാഴ വെട്ടണം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് ഇതിനെ കയറി അങ്ങ് നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട്. ഇത് ഈ പറയുന്ന സെഷൻസ് കോടതിയിലും അല്ലാതെയും ഒക്കെ ഇത് വരുന്നതിന് മുമ്പ് ഇത് പ്രോസിക്യൂഷൻ ഇതിൻ്റെ നടപടി ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല? പ്രോസിക്യൂഷൻ റെയിൽവേ പോലീസാണ് കേസ് എടുക്കുന്നത്. ഇത് കേസ് എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് രണ്ടും അല്ല എന്ന് ഇവർക്ക് സമർത്ഥിക്കാൻ പറ്റിയില്ല? അതുപോലെ ഇവിടുന്ന് റോജി M. ജോൺ ഉൾപ്പെടെയുള്ള MLA-മാർ പോയിട്ട് അവിടെ 35 കോൺഗ്രസ് MLA-മാരുണ്ട്. അതിൽ ഒരാളാണ് വന്നത്. അത് ജയിലിൽ സിസ്റ്റർമാരെ കാണാൻ വന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന ചക്രപാണി സാർ പറഞ്ഞ ഓർമ്മയില്ലേ? ആ വന്ന കോൺഗ്രസ്സുകാരൻ്റെ മകൻ അവിടെ ജയിലിൽ കിടപ്പുണ്ട്. ആ മകനെ ജയിലിൽ കിടന്നപ്പോൾ കാണാൻ വന്നതിന്റെ കൂടെ ഈ സിസ്റ്റർമാരെ കണ്ടെന്നേ ഉള്ളൂ. അതുപോലെ 42% വോട്ട് കോൺഗ്രസിനുള്ള ഒരു ഏരിയ ആണ്. 42 അവിടെ ഭരിച്ചിരുന്ന ആര് ഇതിനു മുമ്പ്? കോൺഗ്രസ് ആണ്. അന്ന് 5 പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മതപരിവർത്തനം എന്ന് പറഞ്ഞ്. അതറിയോ? അതുമല്ല ഇപ്പൊ പുറത്തു വരുന്നുണ്ടോ? കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പറയുന്ന മതപരിവർത്തനത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട 5 പുരോഹിതന്മാര് ഇപ്പൊ എങ്ങാണ്ട 1 മാസത്തിന് മുന്നേ കണ്ട ഒരു ജയിൽവാസം കഴിഞ്ഞ് പോയത്. അപ്പോൾ അന്ന് ഇതൊന്നും നിയമമില്ലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ഒരു പുകമറ ഉണ്ടാക്കേണ്ട കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. കാര്യം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ല കാലാകാലങ്ങളിൽ ഇതേപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം വരും. അതിനെടുത്ത് നമ്മൾ എൻകാഷ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പരിപാടി കോൺഗ്രസ് പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരു എത്ര ദിവസം കൂടി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻ സഭ ഇപ്പം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം. 5 വട്ടം എവറസ്റ്റ് കീഴടക്കി വന്നിരുന്നാൽ പോലും ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, BJPക്ക് വോട്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP അത്രയ്ക്ക് വലിയ ദ്രോഹമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, BJPയുടെ ദ്രോഹം ഇവർ ഇന്നൊന്നിലെ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അല്ല, പിന്നെ എന്തിനാ അവരെ ചേർത്ത് നിർത്തി? ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. കേരള ഘടകം ഇപ്പോൾ 2 തട്ടിലാണ് അല്ലേ? കേരള ഘടകം 2 തട്ടിൽ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു PK ബിജുവിൻ്റെ പേരും
അതുപോലെ കൊടിക്കുന്ന് സുരേഷിന്റെ പേരും വെച്ചുകൊണ്ടാണ് കൊടുത്തിരുന്നത്. അത് സത്യമാണ്. സുരേന്ദ്രൻ പറഞ്ഞ അത് സത്യമാണ്. ഇവിടെ ഈ കേരളത്തിൽ എത്രയോ ഇതേപോലത്തെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പേരത് കാണത്തേ ഉള്ളൂ. അവർ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മാറിക്കഴിയും. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ തന്നെ എത്രയോ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ പള്ളിയിൽ പോകുന്നവരുണ്ട്. അറിയാമോ? പള്ളിയിൽ നിങ്ങൾ പൊക്കോ, പക്ഷേ ഇതൊക്കെ പറഞ്ഞു പറ്റിക്കലാണ് കുറേയൊക്കെ. പിന്നെ ഏതൊക്കെയോ സംഘടനകളൊക്കെ, ഈ പെന്തിക്കോസ്ത് സംഘടനകളുണ്ട്. പെന്തിക്കോസ്ത് സംഘടനകളെ കാശൊക്കെ ഒത്തിരി ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വെറുതെ പ്രാർത്ഥനയ്ക്ക് പോയാൽ കാശ് കിട്ടുന്ന പെന്തിക്കോസ്തുകളുണ്ട്, അറിയാമോ? വെറുതെ പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി. അല്ല, കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു വാദം പറഞ്ഞെങ്കിൽ, അതായത് മതപരിവർത്തനം കേരളത്തിൽ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ കൂടുതൽ രാജീവ് ചന്ദ്രശേഖരനെ പെടുത്താനുള്ളതുപോലെ പ്രതിരോധത്തിലാകുന്നു. കേരളത്തിലെ BJP പ്രതിരോധത്തിലാകുന്നു എന്നുള്ളത് തന്നെ കാര്യം. വെച്ചാൽ സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രനൊക്കെ ഇപ്പൊ ഒരു റോളും ഇല്ലാതെ നിൽക്കുകയല്ലേ. സുരേന്ദ്രൻ മുമ്പും ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, അധ്യക്ഷനായിരുന്നു. അന്നൊന്നും പ്രതികരിക്കാതെ ഇപ്പൊ ഒരു ഇഷ്യൂ അതിനൊരു കാരണം കിട്ടിയാലേ പറ്റും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. അത് മറ്റൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരേണ്ടതാണ്. പക്ഷെ എങ്കിലും പറയാതെ പോകാൻ കഴിയില്ല. അതായത് ഈ PC ജോർജിന്റെ മകന് ഇവിടെ പൂഞ്ഞാറിൽ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാണ്. പൂഞ്ഞാറിൽ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് അത് ഇനിയിപ്പോൾ നടക്കും. പൂഞ്ഞാറിൽ സീറ്റ് കൊടുത്തിരുന്നാലും ഇനിയിപ്പോ ഈ പറയുന്ന അനൂപ് ആന്റണി അവിടെ ചർച്ചയ്ക്ക് പറ്റി എന്താ നടന്നത്? അല്ല, അനൂപ് ആന്റണി എന്ന് പറയുന്ന ഒരു ജനറൽ സെക്രട്ടറി, ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാള് പെരുമാറേണ്ട രീതിയിലൊന്നും അനൂപ് ആന്റണി അവിടെ സംസാരിച്ചിട്ടില്ല. നമ്മൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോൾ പോലും അത് വ്യക്തമാക്കുന്ന അറിയില്ല, ചോദിച്ചിട്ട് അറിയണം. ശരിക്കും സംസ്ഥാനം അയച്ചൊരു പ്രതിനിധി അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. സംസ്ഥാന പാർട്ടി അയച്ചത്. രാജീവ് ചന്ദ്രശേഖർ വളരെ ബുദ്ധിപൂർവമായി ഇവിടുന്ന് കേന്ദ്രത്തിൽ പറഞ്ഞ് അമിത്ഷാ കൂടെ പറഞ്ഞയച്ച ആളാണ്. എന്നിട്ട് ഇങ്ങനെയാണോ മലയാളികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത്? ഇന്നിപ്പോ അവിടുന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട് പാർലമെന്റിലോട്ട്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അമിത്ഷാ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. അത് കണ്ണിപ്പൊടിയിടലല്ലേ? ഇപ്പൊ കോൺഗ്രസ് ആയാലും കോൺഗ്രസിന്റെ MP-മാരെ അവിടെ ചെന്ന സമയത്ത് പറഞ്ഞു, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഇടപെടുമെന്ന് പറഞ്ഞു, വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും കേസ് കിടക്കുന്നത് വേറെ സ്ഥലത്താ. അതെ, അപ്പൊ അതിലൊക്കെ എന്ത് സത്യാവസ്ഥയുള്ളത്? അമിത്ഷാ എന്ത് ചെയ്യാനാണ്? അല്ല, ഇത് ഗവൺമെന്റിന് വേണമെങ്കിൽ പറയാം, ഈ FIR തിരുത്തിക്കാം. അതിനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ചെയ്യൂ ഗവൺമെന്റ്? അമിത്ഷാ പറഞ്ഞാൽ മതി ഗവൺമെന്റിനോട്, ആ എടുത്ത FIR തിരുത്തണം. ആ FIR തിരുത്തി വേറെ ആ ബലമില്ലാത്ത കേസ് ആക്കാനായിട്ട് അത് വേണമെങ്കിലും നടക്കും. പക്ഷെ അത് ഇനി ചെയ്തു കഴിഞ്ഞാൽ എത്ര അത് കതിരുമേ വളം വയ്ക്കും എന്നൊക്കെ പറയുന്ന പോലെയോ? അത് ശരിയാ. അത് പക്ഷെ നടക്കൂല്ല. അല്ല, ഇത് കേസാക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഇത് ചെയ്തുകൂടായിരുന്നു. ഈ കണ്ട എന്താ കേസ് പോയി NIA പോകുന്നവരെ എത്ര കോടതിയിൽ, ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോകുമെന്ന്. ഹൈക്കോടതി പോകുന്നതിന് പിന്നെ ഇത് അവിടെ കീഴ്ക്കോടതികൾ രണ്ടിടത്ത് പോയൊരു സാധനമല്ലേ അല്ലേ? എന്നിട്ട് അത് എന്തായി? എന്നിട്ട് അത് അപ്പോൾ അവിടെ ചെറുക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ സംസാരിച്ചു തുടങ്ങിയ വിഷയത്തിലേക്ക് തന്നെ പോകാം. സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് പോകുമ്പോൾ, സുരേഷ് ഗോപി എന്ന നേതാവിനെ സംബന്ധിച്ച് പറ്റിയെന്ന് വെച്ചാൽ, അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് എന്തെല്ലാം ബടായികളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് 10 വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? ഇതൊക്കെ ഏത് ലോകത്താണ് ഇയാൾക്ക് ജീവിക്കുന്നത്? അന്ന് രാഷ്ട്രീയം അറിയാന്നുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയുള്ള ബംബാസ്റ്റിക്കുകളൊക്കെ അടിക്കൂ. 10 വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു വകുപ്പിന്റെ ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ വയ്യ. ഒരു സഹമന്ത്രി, വെറും ഒരു സഹമന്ത്രി, ഒരു കാറും 4 ഉദ്യോഗസ്ഥരും കണ്ണി പൊടിയിട്ട് അത്രേ കേന്ദ്രം ചെയ്തിട്ടുള്ളൂ. ഒരു സീറ്റ് കിട്ടിയത്, ആ സീറ്റ് കൂടെ ഇവർക്ക് അടുത്ത തവണ പോവുക തന്നെ ചെയ്യും. അടുത്ത തവണ സുരേഷ് ഗോപി മത്സരിക്കില്ല എന്ന കാര്യം ഉറപ്പ്. അപ്പോൾ സുരേഷ് ഗോപി ഇനി പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നത് വ്യക്തമാണ്. പ്രതികരിക്കുമോ? ഇനി എന്തെങ്കിലും പറയുമോ? ഇനിയിപ്പോൾ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ സുരേഷ് ഗോപി പറയും BJP ശ്രമിച്ചു എന്ന്. BJP ശ്രമിച്ചു എന്നല്ല പറയുക. നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നുമല്ല, ഇതൊക്കെയായിരുന്നു വസ്തുതകൾ, ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ, ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയുന്ന പോലെയല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. സുരേഷ് ഗോപി പ്രതികരിക്കും. അതിനിപ്പോൾ ഈ ആഴ്ച ഇനിയിപ്പോൾ തീരുന്ന വെള്ളിയാഴ്ചയല്ലേ, നാളെയും കൂടെ ഒരു ദിവസം കൂടെ കോടതി ഉണ്ടെന്ന് വെച്ചോ, ഇല്ലെങ്കിൽ തന്നെ അടുത്ത ആഴ്ച ഇവർക്ക് എന്തായാലും അവരെ ഇത്ര ദിവസം കിടത്തി. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ജാർഖണ്ഡ് മുക്തി മോർച്ച അങ്ങനെയല്ലേ? ആ എതിർ സമരം ചെയ്തിരിക്കുന്ന ബജ്രംഗ് ദൾ. അതെ, ഈ പറയുന്ന ബജ്രംഗ് ദൾ എന്ന് പറയുന്ന അവരെ ബോധിപ്പിക്കണ്ടേ ഇവർക്ക്? ബജ്രംഗ് ദളിനൊക്കെ ഭയങ്കര, അവരാണല്ലോ വിചാരണ നടത്തുന്നതും ചോദ്യം ചെയ്യുന്നതും ഇടിക്കുന്നതും എല്ലാം. ബജ്രംഗ് ദളിന് അവിടെ ഭയങ്കരമായ ഇതുണ്ട്. അതുകൊണ്ടാണ് ബജ്രംഗ് ദളിന്റെ നേതാവ് ജ്യോതി എന്ന് പറഞ്ഞ ജ്യോതി ശർമ്മ അവർ കേസിൽ പ്രതിയാണ്. എന്നിട്ട് അവർ പോലീസിന്റെ മുമ്പ് വെച്ചാണ് ആ ചെറുപ്പക്കാരന്റെ ചെപ്പക്കുറ്റിക്ക് അടിക്കുന്നത് അല്ലെ? മലയാള മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നതും. അവരവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ഈ കുട്ടികളെ കൊണ്ട് മൊഴി മാറ്റി എഴുതിപ്പിക്കാൻ വരെ ശ്രമിച്ചു. അപ്പോൾ അവരെയൊക്കെ ബോധ്യപ്പെടുത്തണം. 7 ദിവസമെങ്കിലും 7 ദിവസം ഞങ്ങളത് ജയിലിൽ ഇട്ടിട്ടുണ്ട് എന്ന് കാണിക്കണം അവർക്ക്. ആർക്ക്? ഈ ഗവൺമെന്റിന്. അതിനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് കാണിക്കാനായിട്ട് കൊണ്ട് ജയിലിലാക്കിയിരിക്കുവാണ്. ഇത് ജയിൽവാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ പുറത്ത് വരുന്ന ഒരു അവസരത്തിൽ മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപി മറുപടിയുമായി വരുന്നത്. അപ്പോഴേ മലയാളികൾക്കും ക്രൈസ്തവർക്കും സുരേഷ് ഗോപിയെ കാണാൻ കഴിയുള്ളൂ. അപ്പോഴേ ഉള്ളൂ മലയാളി മാധ്യമ പ്രവർത്തകരെടുത്ത് അദ്ദേഹം അപ്പോഴേ എത്തുള്ളൂ, അപ്പോഴേ അദ്ദേഹം മറുപടി പറയുള്ളൂ. അന്ന് ഈ പറയുന്ന ക്രൈസ്തവ സഭകൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കട്ടെ, അത്രയും നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അവർ ഈ സ്വർണ്ണ കിരീടമൊക്കെ തിരിച്ചു കൊടുക്കുമെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം.